മേ ഐ കം ഇൻ? ആരത്? വരണം ടീച്ചർ, വരണോ? എന്തുണ്ട് വിശേഷങ്ങൾ? പീതാംബറിന് എങ്ങനെയുണ്ട്? അത് പറയാനാ ഞാൻ വന്നത്. കാലിന് പിന്നെയും പഴുപ്പ്. ഡോക്ടറെ കാണിച്ചപ്പോ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓഹോ, അതിന് പൈസ വേണം, അതിനാണോ വന്നത്? ഇപ്പൊ വാങ്ങി തന്നെ 15,000 മേലുണ്ടല്ലോ. ഇനി വീണ്ടും? അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ മാത്രം ബന്ധങ്ങളൊന്നും നമ്മ തമ്മിലില്ലല്ലോ. ഒന്നുണ്ടായിരുന്നത് അത് നീ തന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പറയരുത് പ്ലീസ്. വിസ കഴിഞ്ഞിട്ട് മാസം 8 അതിന്റെ നൂലാമാലകളൊന്ന് കഴിഞ്ഞു കിട്ടണ്ടേ? ടീച്ചർക്ക് എന്റെ ബിസിനസ്സിന് അറിയാമല്ലോ, ഇവിടെ കണ്ണുനീരിനും സത്യത്തിനും ഒന്നിനും വിലയില്ല. അതുകൊണ്ട് ടീച്ചർക്ക് പോവാം. ടീച്ചർക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. ടീച്ചർക്ക് 2 പെമ്പിള്ളേരുണ്ടല്ലോ, നല്ല സുന്ദരികളായ പിള്ളേർ. അതിലൊന്നിനെ കൂട്ടിങ്ങ് പോര്. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നല്ല ശരിയാണ്. എന്നും ഞാൻ അങ്ങനെയാണെന്നാണോ വിചാരിച്ചത്? പട്ടിണി കിടന്ന് മരിച്ചാലും എന്റെ മക്കളെ നിനക്ക് ഞാൻ വിട്ടുതരില്ല. മിഥുൻ, വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ, ഞാൻ റെഡി. രണ്ട് ചായ. ഇന്നെന്താ ഒരു സ്പെഷ്യൽ? നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അതൊക്കെ കേട്ടതൊക്കെ ശരി തന്നെയാ. മിഥുൻ കല്യാണം കഴിച്ചതല്ലേ? ഇനി സീരിയസ് ആയിട്ട് ജീവിക്കേണ്ട സമയമായി. അച്ചായൻ ചിന്തിക്കുന്ന പോലെ എന്റെ വീട്ടുകാർ ചിന്തിക്കണ്ടേ? അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കും, തള്ളിപ്പറയും. പക്ഷേ നമ്മൾ മക്കൾ തിരിച്ചങ്ങോട്ട് എന്നും സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ. ഒക്കെ ശരി തന്നെയാ. അവർക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്ത്രീധനത്തിന്റെ പേരിൽ 2 വീട്ടുകാരും കോടതി കയറിയിരിക്കുക. ഞാൻ ഇതിനൊക്കെ നിന്നോട് എന്താ പറയാ? മനസ്സിന്റെ നൊമ്പരങ്ങൾക്കൊരു പരിഹാരമായിട്ടാ ഞാനൊരൽപ്പം മദ്യം കഴിക്കുന്നതും പിന്നെ ഇടയ്ക്കൊക്കെ. നിർത്ത്. എല്ലാം എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നാം നമ്മോട് തന്നെ തോൽക്കുകയാണ്. അത് പാടില്ല. നാം ആരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. തോൽവി ദൈവത്തിന് മുമ്പിൽ മാത്രം.